അപ്പോൾ നമ്മൾ രണ്ടാം ഭാഗത്തിലേക്ക് പോവുകയാണ്. രണ്ടാം ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 2. പാർട്ട് 1 നമ്മളെ ഇട്ടു. നമ്മൾ എത്ര വീഡിയോ ഇടണോ അത് പാർട്ട്, അങ്ങനെ നമ്മൾ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം എന്നാണല്ലോ നമ്മൾ എണ്ണുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. വെറും തറയിൽ ഒരു പായ കൂടി ഇല്ലാതെയാ കിടപ്പ്. ഞാൻ ആറ്റിങ്ങൽ മുസ്തഫയോട് ഒരു പുൽപ്പായ വാങ്ങി കിടത്താൻ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ്, ഒരു മനുഷ്യനെ അയാളുടെ എന്താണ് അംഗീകാരങ്ങളും അയാളുടെ പൊസിഷനും അയാളുടെ വിദ്യാഭ്യാസവും എല്ലാം മറന്നുകൊണ്ട് അയാളുടെ ജാതിയുടെ രൂപത്തിൽ മനുഷ്യനെ കാണുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജയമോഹൻ ഇന്ന് നായാടിയല്ല, ആ പ്രദേശത്തെ മധുരയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഏതായാലും അദ്ദേഹം ഒരു കളക്ടറാണ്. അപ്പോൾ ഈ കളക്ടറാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പോരായ്മയും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ വരുത്തിയിട്ടില്ല. വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം തൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. എന്നാലും ഇയാളൊരു നായാടിയാണെന്നുള്ള ആ ഒരു ചിന്ത ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നിടത്തോളം കാലം ഒരു മനസമാധാനവും അംഗീകാരവും അവിടെയും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദയനീയം എന്നത് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത്, അമ്മ ഇങ്ങനെ എന്താണ് വഴിയരികിൽ കോർപ്പറേഷൻ വൃത്തിയാക്കുന്ന തോട്ടികളാണ് വഴിയരികിൽ അബോധാവസ്ഥയിൽ കിടന്ന ഈ സ്ത്രീയെ ഇവിടുത്തെ ഈ അനാഥരുടെ ആശുപത്രിയിൽ എത്തിച്ചത്, കോട്ടാറിലെ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ അമ്മ ഇങ്ങനെ ഇയാൾ ചെന്ന് നോക്കുമ്പോൾ ബോധരഹിതയായി വിവസ്ത്രയായി കിടക്കുകയാണ്. അപ്പോൾ അവിടെ അങ്ങനെ അമ്മ മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഡബ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ചെന്ന് തൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടറോട് വിദഗ്ധ ചികിത്സയ്ക്കൊക്കെ ഏർപ്പാടാക്കി കഴിഞ്ഞു. അപ്പോൾ അതാണ് ആ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ പറയുമ്പോൾ ഇതിന് കുറച്ചൊരു ഫ്ലാഷ് ബാക്ക് കൂടി നിലകൊള്ളുന്നു. അമ്മ ഇങ്ങനെ ഭിക്ഷയ്ക്ക് വന്നതിന് കാരണം ഒന്ന്, നായാടികൾ ഇങ്ങനെ പുറത്ത് വരാതെ, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പെടാതെ സ്വന്തം അന്നത്തിന് വേണ്ടിയിട്ട് കണ്ണിൽ കണ്ടതൊക്കെ ഇങ്ങനെ പഴകിയതും ദ്രവിച്ചതും ഉപേക്ഷിക്കപ്പെട്ടതുമായ വസ്തുക്കൾ, ജീർണിച്ചതുമായ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നായാടികൾ. അവർ മൂദേവികളാണ്. കണ്ണിൽ പെട്ടാൽ അശുഭം ഉണ്ടാകും എന്നാണ് അന്നത്തെ സമൂഹത്തിൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നു, നാട്ടിൻപുറത്ത് നിന്നാൽ ജാതിയുടെ വളരെ ദയനീയം നിഷ്ഠൂരമായ പീഡനവും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അമ്മ ടൗണിലേക്ക് മാറിയതാണ്. ടൗണിൽ അങ്ങനെ ജാതീയമായ രീതിയിൽ ഭിക്ഷക്കാരെ കണ്ടിരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. നാനാ ദേശക്കാരും നാനാ ഭാഷക്കാരും ഒക്കെ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കഥയുടെ പശ്ചാത്തലമായി പറയുന്നത് നാഗർകോവിൽ പ്രദേശമാണ്. ഈ നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന സ്ഥലത്താണ് കോട്ടാർ എന്ന സ്ഥലം. അവിടെയാണ് കോട്ടാർ ആശുപത്രി ഉള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ആശുപത്രിയാണ്, വളരെ പണ്ട് തന്നെയുള്ള ആശുപത്രിയാണ്. അപ്പോൾ ആ പഴയ ആശുപത്രിയിലാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ, ധനപാലൻ്റെ അമ്മ അവിടെ ഉള്ളത് എന്നാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ അനാഥ ആയി. ഇപ്പോൾ നമ്മൾ വിചാരിക്കാമോ മകൻ കളക്ടറൊക്കെ ആയി വന്നിട്ടും അമ്മ ഇങ്ങനെ ഭിക്ഷക്കാരിയായി വിട്ടല്ലോ എന്ന്. അങ്ങനെയല്ല അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് ജയപാലൻ മനസ്സിലാക്കി തരുന്നുണ്ട്. അവിടെ ഒരു 3 സംഭവങ്ങൾ ഒരേ സ്ട്രീമിലാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന്, ജാതീയവും വംശീയവുമായ വർഗപരമായ അടിച്ചമർത്തലിൻ്റെ പീഡനങ്ങളുടെ ഇരയായി തീരുന്ന മനുഷ്യ ദൈന്യം. രണ്ടാമത്തേത് താൻ നായാടി വിഭാഗത്തിൽ എല്ലാവരും ആട്ടി അകറ്റപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽപ്പെട്ട മനുഷ്യനായിരുന്നിട്ടും എങ്ങനെയാണ് ഈ IAS പദത്തിലെത്തിയത്, അതിന് തന്നെ സഹായിച്ചത് ആരാണ്? നമ്മൾ ഇന്നലെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള കാര്യം. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു അംഗീകാരയോഗ്യമായ പൊസിഷനിലേക്ക് നിയമിക്കപ്പെട്ടാലും അവരെ സമൂഹം പിന്തള്ളുന്നു, അവർക്ക് വേണ്ടുന്ന അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളത് ധനപാലൻ്റെ വാചകങ്ങൾ പലപ്പോഴും നമുക്ക് വായിച്ചെടുക്കാം. അതിനേക്കാൾ ഉപരിയായി നമ്മളിവിടെ കോട്ടാർ കാണുന്ന യുവാവായ ഡോക്ടർ പറയുന്ന അയാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് അയാൾക്ക് പ്രൊമോഷൻ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അയാളുടെ പരാതി.
അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇതുപോലെ ചീഞ്ഞു നാറിയ ദുഷിച്ച ആ ഒരു തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുന്നതിന് മാത്രമായി ആ രോഗികളുടെ കാവൽക്കാരനായി ഈ യുവ ഡോക്ടറെ തള്ളുന്ന ഒരു സമൂഹത്തെയും ഒരു ഫ്യൂഡൽ ഹൈറാർക്കിയുമാണ് നമ്മുടെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അത് ഡോക്ടറായാലും എൻജിനീയർ ആയാലും കളക്ടർ ആയാലും ആരും അതിൽ നിന്ന് മോചിതരല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതാണ്, വെറും തറയിൽ ഒരു പായ കൂടി ഇല്ലാതെ ആ കിടപ്പ്. ഞാൻ ആറ്റിങ്ങൽ മുസ്തഫയോടൊരു പുൽപ്പായ വാങ്ങി കിടത്താൻ പറഞ്ഞിട്ട് വന്നു. കയ്യിൽ ചക്കരമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല തുണി വാങ്ങി കൊടുക്കുമായിരുന്നു. ഞാൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. സാർ, കോട്ടാർ വലിയ ആശുപത്രിയാ എന്ന് വെച്ചാൽ ശരിക്കുള്ള ആശുപത്രിയിലല്ല. ഈ കഴുതച്ചന്തയ്ക്കടുത്തുള്ള പഴയ ആശുപത്രിയിലുണ്ടല്ലോ, ഇടിഞ്ഞ 4-5 ഷെഡുകളാണ്. അതിൽ 3-ാമത്തെ ഷെഡിലാണ്. വരാന്തയിൽ തന്നെ കിടപ്പുണ്ട്. എൻ്റെ മച്ചിനൻ ഒരാൾ അതിനടുത്ത് ചായക്കട വച്ചിട്ടുണ്ട്. അവനാ എനിക്ക് പറഞ്ഞത്. ഞാൻ പേന ഷർട്ടിൽ തിരുക്കി കണ്ണട എടുത്ത് കൂട്ടിലിട്ട് കീശയിലാക്കിയിട്ട് പുറപ്പെട്ടു. കുഞ്ഞൻ നായർ പുറകിൽ ഓടി വന്നു. അല്ല സാറിപ്പം അങ്ങോട്ട് പോണ്ട. വേണ്ട സാർ, അതത്ര നല്ലതല്ല. ഇപ്പം തന്നെ ഓരോരുത്തരും പറഞ്ഞു വായ നാറ്റിക്കുന്നു. നമ്മളെന്തിന് അവൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് നിന്നു കൊടുക്കണം? ഇതുവരെ ഞാൻ ഒരാളോടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇവൻ്റെയൊക്കെ നാക്ക് നീട്ടം കൊണ്ട് ഉണ്ടാക്കിയതാ. സാർ ഇടപെടണ്ട. ഞാൻ ചെവി അറിയാതെ സംഗതികൾ ശരിയാക്കാം. ഉള്ള കാശ് എൻ്റെ കയ്യിൽ തന്നാൽ മതി സാർ. സാറ് വീട്ടിലേക്ക് ഒന്നും അറിയാഞ്ഞതായി ഭാവിക്കണ്ട. ഞാൻ നായർ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് കർക്കശമായി പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ പശ്ചാത്തലം മാറി വരുന്ന ഇതാണ്. ഈ അമ്മ ആദ്യകാലത്ത് ഇയാൾ ജോലി കിട്ടിയപ്പോൾ ഒന്നും അമ്മയുടെ അടുത്ത് വന്നിരുന്നില്ല. പക്ഷേ ജോലി കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ പോലീസിനെ ഏർപ്പാടാക്കിയിട്ട് അമ്മയെ കണ്ടെത്തുന്നുണ്ട്. അപ്പം ആദ്യത്തെ തവണ അമ്മ ഒരു 12 ദിവസം ഇയാളിവിടെ താമസിച്ചിട്ട് പിന്നെ ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ജീവനക്കാരും കാണാതെ കളക്ടർ ഭവനിൽ നിന്ന് ഒളിച്ചോടുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്ത ഷർട്ട് ഇടുന്നത്, അതുപോലെ കസേരയിലിരിക്കുന്നത്, കാറിൽ കയറി സഞ്ചരിക്കുന്നതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഭയമാണ്. നീ അതൊന്നും ചെയ്യരുത് മോനെ, നീ അടിമയാണ്, നീ അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ ചീത്തതാണ്, നമുക്കുള്ളതല്ല, അത് ഏമാന്മാർക്കുള്ളതാണെന്നാണ് അമ്മയുടെ നിഗമനം. അപ്പം മകൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് കണ്ടപ്പോൾ അമ്മ ഭയന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. കുറേ അധികം നാളായിട്ട് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ പറ്റിയില്ല. അതിന് കാരണം അയാൾ നോവലിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ വിശദീകരിക്കണ്ട, അങ്ങോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാക്കാം നമ്മൾ. പിന്നെ ഒരിക്കലൊരു വൃദ്ധനെയും കൂട്ടി മകൻ്റെ അടുത്തേക്ക് അമ്മ വന്നു പെടുന്നുണ്ട്. അപ്പോൾ കുറേ കാലം അവിടെ താമസിച്ചു. അമ്മ മകനോടൊപ്പം താമസിക്കാൻ തന്നെയാണ് വന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും ഇവരൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് കഴിഞ്ഞപ്പോഴേക്കും വൃദ്ധനെ അവിടെ നിന്ന് ഒഴിവാക്കി. അമ്മയെ ഒഴിവാക്കാനാവില്ലല്ലോ. അമ്മയെ ഒഴിവാക്കണമെന്ന് അയാൾക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇയാളുടെ ഭാര്യയെ അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണെങ്കിലും ഭാര്യ നല്ല സ്വഭാവമുള്ള, അമ്മയോട് വളരെ സോഫ്റ്റ് കോർണറുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഭാര്യ വെളുത്തൊരു സ്ത്രീയാണ്. അപ്പോൾ ഈ വെളുത്ത നിറം അമ്മയ്ക്ക് ഭയങ്കര അരോചകമാണ്. വെളുത്ത നിറം പിശാചിൻ്റേതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിശാച് നിന്നെ വിഴുങ്ങും, നീ എന്നിട്ട് പിന്നീട് ഭ്രാന്തനായി പോവും, അതുകൊണ്ട് അവളെ ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. എന്നിട്ട് മകൻ നിന്നാലും മകൻ്റെ സാന്നിധ്യത്തിലല്ലാതെയും ഒക്കെ അമ്മ വളരെ വികൃതമായ രീതിയിൽ ഈ ഭാര്യയോട് പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാം. അതൊക്കെ അവർ സഹിക്കുന്നുണ്ട്. ഒരു ദിവസം ഇവരാരും കാണാതെ ഇവർക്കൊരു ചെറിയ കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ എടുത്തിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. എന്നിട്ട് ഇവരുടെ നേരെ റെയിൽവേ സ്റ്റേഷനടുത്ത് പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറംപോക്കിൽ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് നിന്ന് ഇവർ വേസ്റ്റൊക്കെയാണ് കഴിക്കുന്നത്. ആ വേസ്റ്റ് വാരി കുട്ടിക്ക് കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ സംഭവം മനസ്സിലാക്കുന്ന ഉടനെ തന്നെ ഇയാളുടെ ഭാര്യ ബോധം കെട്ട് വീഴുന്നു. ഇയാളുള്ള പോലീസുകാരോടൊക്കെ വിളിച്ച് പറഞ്ഞു 3/4 മണിക്കൂറിനുള്ളിൽ കുട്ടിയെ തിരികെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ പേരിൽ പോലീസുകാർ ഇവരെ പിടിച്ചുകൊണ്ട് വന്നെങ്കിലും ഒരുപാട് അടിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഈ അമ്മയെ കൂടെ കൂട്ടാൻ ഇയാൾ തയ്യാറായില്ല. പക്ഷേ കുട്ടിക്ക് പിന്നെ വളരെ മാരകമായ രീതിയിൽ ഇൻഫെക്ഷൻ വരികയും കുട്ടി മരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയും പിന്നീട് പനിയും ഛർദിയൊക്കെ രക്ഷപ്പെട്ട് പിന്നെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിന് ശേഷം അമ്മ വീട്ടിലേക്ക് വന്നിട്ടില്ല. കാരണം അമ്മ വരുന്ന സമയത്ത് സഹി കെട്ടിട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പെട്ടിട്ട് അവിടെ ചെടിക്ക് വെള്ളം നനയ്ക്കുന്ന ഒരു ഓസ് ഉണ്ടായിരുന്നു. ആ ഓസ് വെച്ചിട്ട് ഇയാൾ അമ്മയെ അടിക്കുന്നുണ്ട്. ആ അടി കൊണ്ടുപോയതിന് ശേഷം പിന്നെ മകൻ്റെ അടുത്തേക്ക് ഈ അമ്മ വന്നിട്ടില്ല. അങ്ങനെ അതിന് ശേഷമാണ്
ഈ വാർത്ത നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് എന്താണ്, അപ്പോൾ ഇത് ഇവിടുത്തെ നായരെന്ന് പറയുന്നത് ഇയാളെ ഓഫീസ് സർവൻ്റാണ്. അപ്പോൾ ഓഫീസ് സർവൻറ്റിന് ഈ പശ്ചാത്തലമൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കളക്ടറായ ഒരാൾ ഇങ്ങനെ റോഡിൽ, അത് മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്ന് അനാഥയായി തള്ളിയ ഒരു ചീഞ്ഞഴിഞ്ഞ ശരീരം, അത് വിവസ്ത്രമായി കിടക്കുന്ന ദയനീയത, ആ സ്ത്രീ ഇത്രകാലം ഈ തെരുവുകളിലൊക്കെ ഇങ്ങനെ ഭ്രാന്തമായി അലയുന്നത് ഈ നാട്ടുകാരൊക്കെ കണ്ടതാണ്. ആ സ്ത്രീ ഈ കളക്ടറുടെ അമ്മയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നാട്ടുകാർ വലിയ നാവിൽ വീണ്ടും ഇയാളെക്കുറിച്ച് അമഖ്യാദികൾ പറയാൻ തുടങ്ങും. ഇയാൾ ആരും റെസ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശില്ല, 6 പൈസ തന്നാൽ ഞാൻ പോയി എല്ലാം ശരിയാക്കാമെന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ ഇയാളുടെ മനസ്സിൽ അമ്മയുണ്ട്. കാരണം ഇയാളെ വളർത്തിയ ഗുരു വളരെ, നമുക്കറിയാം, വളരെ അച്ചടക്കമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ